ദിവസമായില്ലേ നിങ്ങൾ പ്രഡിക്ഷൻ വീഡിയോ നോക്കി നടക്കുന്നത്? സോ ഇത് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അത് വിചാരിച്ച് ഞാൻ ചോർത്തി എടുത്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമുക്ക് ഒരുപാട് PYQs അവൈലബിൾ ആണ് അല്ലേ. ആ PYQs ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് നാളെയും ചോദിക്കുകയുള്ളൂ. സോ ഇത് മാത്രം പഠിച്ചു പോകരുത്, ഇതിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മക്കൾ പഠിക്കണം. അതിന്റെ കൂടെ ഇതിനൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതിൽ നിന്നായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്നായിരിക്കും. ഈക്വൽ ട്രയാങ്കിളിൽ ഒന്നെങ്കിൽ അവർ ചോദിക്കും ഐസോസ്ലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം, അതിന്റെ ഒരു ആംഗിൾ തരും, ബാക്കിയുള്ള 2 ആംഗിൾസ് ഫൈൻഡ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ നിങ്ങളോട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 60 ആണ്, ഇവിടെ 60 ആണ് തരും, എല്ലാ വശങ്ങളും തുല്യമാണെന്ന് തരും, ബാക്കിയുള്ള ആംഗിൾസ് എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളോ ഐസോസ്ലസ് ട്രയാങ്കിളോ ആയിരിക്കും നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ദെൻ നമ്മളുടെ ഇക്വേഷൻസിലേക്ക് വരുമ്പം നിങ്ങളോട് എന്തായാലും ഒരുപാടൊന്നും അതിൽ നിന്ന് കുത്തി ഒന്നും ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുന്നത് ട്വൈസ് എ നമ്പർ ഓഫ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 5 times of the number gives 12. Then write the algebraic form of the statement which is the number. അതായത് ഒരു സംഖ്യയുടെ 5 ഇരട്ടിയിൽ നിന്നും 2 ഇരട്ടി കുറച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയും എന്ത്? ആൾജിബ്രായിക് ഫോമിലേക്ക്, ബീജഗണിത രൂപത്തിൽ എഴുതാൻ പറയും. നമ്മൾ എന്താ ചെയ്യുക? സംഖ്യനെ എക്സ് ആക്കി എടുക്കും അല്ലെ. അപ്പൊ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5x, 5x 5 കുറയാന്ന് പറയുമ്പോൾ 5x - 5 അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ആൾജിബ്രായിക് ഫോമും ആ നമ്പറും ഏതാന്ന് ചോദിക്കുകയെ ഇതിൽ ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചോദിക്കും? നമ്മളുടെ സം ഓഫ് ആംഗിൾസ് 100% ഉറപ്പാണ്. സം ഓഫ് ആംഗിൾസ് 100% ഉറപ്പാണ് ചോദിച്ചിരിക്കും. അതുപോലെ ഓൾ ആംഗിൾസ് ഓഫ് എ 9-sided പോളിഗൺ ആർ ഈക്വൽ അങ്ങനെ തന്നിട്ട് നിങ്ങളോട് 9-sided പോളിഗണിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? അതാരാടാ? റെഗുലർ പോളിഗൺ ആണ് അല്ലെ. റെഗുലർ പോളിഗണാണ്, സമബഹുഭുജാണ്. സമബഹുഭുജത്തിന്റെ ഔട്ടർ ആംഗിൾ എന്തായാലും ചോദിക്കും. 9 വശങ്ങളാണെങ്കിൽ എത്ര ഔട്ടർ ആംഗിളിന്റെ എത്രയാണ്? 9 വശങ്ങളാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയാന്നുള്ളത് എന്തായാലും ചോദിച്ചിരിക്കും. അതുപോലെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് ഇന്നർ ആംഗിൾ കാണാന്നുള്ളത് അതും ചോദിച്ചിരിക്കും. ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾസ് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ. n-2 × 180. ഇത് നല്ലോണം പഠിച്ചു വെച്ചോ. നമുക്ക് എന്ത് തരും? നമുക്കൊരു റെഗുലർ പോളിഗൺ തരും. ആ റെഗുലർ പോളിഗണിലെ ഔട്ടർ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഔട്ടർ ആംഗിൾ അറിയെങ്കിൽ ഇന്നർ ആംഗിൾ എത്രയാന്ന് ചോദിക്കും. അതുപോലെ തന്നെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്നും ചോദിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ദെൻ നമ്മൾ ഐഡന്റിറ്റീസിലേക്ക് വരികയാണെങ്കിൽ, നമ്മളുടെ ഐഡന്റിറ്റീസ് സർവ്വസമവാക്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസേ അതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ എന്തായിരിക്കും? x+1 × y+1 എന്താക്കാൻ പറയും? എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറയും. ഓക്കെ, x+1 × y+1 എക്സ്പാൻഡ് എഴുതാൻ പറയും. എന്നിട്ട് ഈ തത്വം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്തായിരിക്കും? a-b² എന്ന് പറയുന്നത് a+b × a-b ആണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഇത് ഉപയോഗിച്ചിട്ട് 146² - 145² അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ ഇത് 100% ഷുവർ ആണടാ, 100% ഷുവർ ആണ്. നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് എന്ന് വരുന്ന സമയത്ത് ഈ 2 ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ എന്തായിരിക്കും? ഇത് എക്സ്പാൻഡ് ചെയ്യാന്, അല്ലെങ്കിൽ നോക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള എഴുതാന്. ഇതേ നിങ്ങളോട് ചോദിക്കുള്ളൂ. നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ദെൻ അടുത്തത് നമ്മളുടെ മണി മാത്സിൽ എന്തായാലും നിങ്ങളോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ് കേട്ടോ ചോദിക്കാൻ പോകുന്നത്. നമ്മളുടെ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും നമ്മളുടെ മണി മാത്സിൽ ചോദിക്കാൻ പോകുന്നത്. നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമ്മളുടെ എന്താണ്? ഹാഫ് ഇയർലി കോമ്പൗണ്ടഡും ദെൻ ക്വാർട്ടർലി കോമ്പൗണ്ടഡ് ഒക്കെ ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ. കുറഞ്ഞ കാര്യങ്ങളല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ. ദെൻ അടുത്തത് നമ്മളുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലും കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററലും അല്ലെ. നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിൽ നിന്ന് ചോദിക്കാൻ പറ്റിയതാണ് ഇതാ നോക്ക്, റോംബസ് വരയ്ക്കാനായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കുക. ദെൻ അതുപോലെ തന്നെ ഏരിയ ഫൈൻഡ് ചെയ്യാനും പറയും. ദ ഏരിയ ഓഫ് എ റോംബസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് സെക്കൻഡ് ഡയഗണൽ എത്രയാന്നാ ചോദിച്ചത്. എന്തായാലും ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററലിൽ നിന്ന് വരുന്ന ചോദ്യം മിക്കവാറും ആരിൽ നിന്നായിരിക്കും? നമ്മുടെ റോംബസിൽ നിന്നായിരിക്കും. ദെൻ റോംബസ് സമബഹുഭുജം കേട്ടോ. യെസ്,
സമബഹുഭുജല്ല, സമഭുജ സമാന്തരികം. യെസ്. ഇനി അടുത്തത് ഇൻ ദ ഫിഗർ ABCD ഈസ് എൻ ഐസോസ്ലസ് ട്രപ്പീസിയം. ചിത്രത്തിൽ ABCD സമപാർശ്വ ലംബകമാണ്. വാട്ട് ഈസ് AEDE? ഫൈൻഡ് ദ ഏരിയ ഓഫ് ഐസോസ്ലസ് ട്രപ്പീസിയം. അപ്പൊ ഈ ഒരു ഐസോസ്ലസ് ട്രപ്പീസിയം തന്നിട്ട് നിങ്ങളോട് ഏരിയ കാണാനും പറഞ്ഞിരിക്കും. ഓക്കെ, ഐസോസ്ലസ് ട്രപ്പീസിയം ആയിരിക്കും ഏരിയ കാണാൻ പറഞ്ഞിരിക്കുക. വരയ്ക്കാൻ ആരാണ്? റോംബസ് ആണ്. ട്രപ്പീസിയത്തിൽ നിന്നായിരിക്കും എന്ത് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ കാണാൻ പറയും. ഏരിയ ഓഫ് ഐസോസ്ലസ് ട്രപ്പീസിയം എന്താണ്? നമ്മളുടെ സമപാർശ്വ ലംബകത്തിന്റെ ഏരിയ കാണാനും നിങ്ങളോട് ചോദിച്ചിരിക്കും. അതുപോലെ നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരാണെങ്കിൽ എടാ ഇത് ഉറപ്പിച്ചു വെച്ചോ, ഇത് കുറിച്ചു വെച്ചോ. എടാ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഹിസ്റ്റോഗ്രാം ആവൃത്തി ചതുരമായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ആവൃത്തി പട്ടികയായിരിക്കും. നോക്ക്, ഹിസ്റ്റോഗ്രാമും ആവൃത്തി പട്ടികയും, ആവൃത്തി ചതുരവും ആവൃത്തി പട്ടികയും, ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി ടേബിളും. മറക്കണ്ട. സോ ഇതായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ നാളെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിന്റെ ഒക്കെ ആൻസർ വേണമെന്ന് എനിക്കറിയാം. ഞാനൊന്നും ആൻസേഴ്സ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മക്കൾക്ക് ഇതിന്റെ ആൻസർ ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ രാത്രി 7 മണിക്ക് ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ഉണ്ട്. അത് മറക്കാതെ കാണുക. അതിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. നമ്മളുടെ നാളത്തെ എക്സാം കളറാക്കണം, തകർക്കണം, പൊളിക്കണം. Then bye bye.